കൈകെട്ടപ്പെട്ട ഈശോയുടെ ഈ ഒരു അത്ഭുത തിരുസ്വരൂപത്തിന് മുമ്പിൽ വന്ന് ചൊല്ലുന്നൊരു പ്രാർത്ഥനയുടെ ഒരു കാർഡ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ ഒരു പ്രാർത്ഥന ചെല്ലാം. ആ ഒരു പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടാണ് വിശ്വാസികൾ ഇവിടെ വരുന്നതും ഒരുപാട് നിയോഗങ്ങൾ സമർപ്പിക്കുന്നതും അതെല്ലാം അവർക്ക് തന്നെ സാധിച്ച് കിട്ടുന്നതും. ആ പ്രാർത്ഥന എങ്ങനെയാണ്? ഇപ്പോൾ ആദ്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ചൊല്ലി ആരംഭിക്കുന്നു. അതിനുശേഷം ആബാ പിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ വിലയേറിയ തിരുരക്തത്താൽ എൻ്റെ പാപങ്ങൾ കഴുകി എന്നെ വിശുദ്ധീകരിക്കണേ എന്ന് 3 വട്ടം ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു. പിന്നീട് വരുന്ന ഒരു പ്രാർത്ഥന, മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ മനുഷ്യനായി അവതരിച്ച് പീഡകൾ സഹിച്ച് കുരിശുമരണം വരിച്ച് ഉത്ഥാനം ചെയ്ത മിശിഹായെ, അങ്ങ് സത്യദൈവമാണെന്നും അങ്ങല്ലാതെ വേറെ ദൈവമില്ലെന്നും ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, അതരം കൊണ്ട് ഏറ്റുപറയുന്നു. ഈ ഒരു പ്രാർത്ഥന 3 പ്രാവശ്യം ചൊല്ലുന്നു. പിന്നീട് ഉള്ള പ്രാർത്ഥന അത് നമുക്ക് ഈ ഒരു രൂപത്തിൻ്റെ സൈഡിലായി തന്നെ എഴുതി വച്ചിട്ടുണ്ട്. 33 പ്രാവശ്യം നമ്മൾ ചെല്ലേണ്ട പ്രാർത്ഥനയാണ്. ലോകരക്ഷകനായ യേശുനാഥ, അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. നിർഭാഗ്യപാപിയായി ഞാൻ മനസ്സൊരുക്കി അപേക്ഷിച്ചാൽ അങ്ങ് ഉപേക്ഷിക്കുകയില്ല. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ച് തരണമേ. അതിനുശേഷം നമ്മുടെ നിയോഗം പറഞ്ഞ് 33 പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഈ പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം ഈശോയുടെ പീഡാസഹനങ്ങളിൽ കാൽവരിയോളം കൂടെ നടന്ന പരിശുദ്ധ അമ്മേ, എൻ്റെ സഹനങ്ങളിൽ എനിക്ക് ശക്തി നൽകണമേ, പ്രലോഭനങ്ങളെ ജയിക്കാനും വിശുദ്ധിയിൽ വളരാനും എന്നെ സഹായിക്കണമേ എന്ന് ചൊല്ലി ആമേൻ ചൊല്ലുന്നു. പിന്നീട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഇതൊരു 3 വട്ടം ചൊല്ലിക്കൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ നിയോഗങ്ങൾ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും കൈകെട്ടപ്പെട്ട ഈശോ സഹിച്ച ആ വേദനകളെയും നിന്ദാപമാനങ്ങളും എല്ലാം അത് നമ്മുടെ നന്മയ്ക്കായും പ്രാർത്ഥനയുമായി മാറും.